എറണാകുളം നഗരത്തിൽ കൊച്ചി മെട്രോ കടന്നുപോകുന്ന ഭാഗത്തെ റോഡ് അപകടാവസ്ഥയിൽ. മെട്രോ തൂണുകളുടെ സ്ലാബുകൾ ഉയർന്നും റോഡ് താഴ്ന്നും കിടക്കുന്നതിനാൽ വാഹനങ്ങളുടെ നിയന്ത്രണം വിട്ടുള്ള അപകടം പതിവാകുന്നു. അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രശ്നപരിഹാരം കൂടുതൽ അപകടം വിളിച്ചു വരുത്തുകയാണെന്നാണ് വിലയിരുത്തൽ. ഈ വാഹനങ്ങൾ ഇങ്ങനെ കയറിയിറങ്ങുന്നത് വേഗനിയന്ത്രണത്തിന് സ്ഥാപിച്ച ഹമ്പുകളിലൂടെയല്ല. മെട്രോ തൂണുകൾ ഒഴികെയുള്ള ഭാഗത്തെ റോഡ് താഴ്ന്നതിന്റെ പരിണിത ഫലത്തിന്റെ കാഴ്ചയാണിത്. മെട്രോ തൂണുകളുടെ ഇരുഭാഗത്തേക്കുമായി വാർത്തിട്ട സ്ലാബുകളുടെ മുകളിലാണ് മെട്രോ തൂണുകൾ നിൽക്കുന്നത്. DMRC പണിത ഈ സ്ലാബുകളെല്ലാം അതുപോലെ നിൽക്കുകയും റോഡ് കാലക്രമേണ താഴ്ന്നു പോവുകയും ചെയ്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം. വേഗതയിലെത്തുന്ന വാഹനങ്ങൾ ഈ ഭാഗങ്ങളിലെത്തുമ്പോൾ നിയന്ത്രണം വിട്ട് അപകടമുണ്ടാകുന്നു. വളവിൽ തന്നെ വരുമ്പോൾ നമുക്ക് ഈ കട്ടിങ് പൊങ്ങി കാരണം വണ്ടി കയ്യിൽ നിന്ന് പോകും. ഇരുചക്ര വാഹനങ്ങളാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത്. റോഡിന്റെ ഉയർന്ന ഭാഗം ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. അടുത്തെത്തുമ്പോഴേക്കും വാഹനം ഉയർന്ന ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടാകും. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മെട്രോ തൂണിലിടിച്ചാണ് അപകടമുണ്ടാകുന്നത്. നിരവധി അപകടങ്ങൾ ഇപ്പോൾ ഞങ്ങൾ തന്നെ യൂണിയൻകാരായാലും എന്തോരം അപകടത്തിൽ ഞങ്ങൾ അവരെ പോയി എടുക്കാറും ആശുപത്രി കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഓടി കയറുമ്പോൾ തന്നെ അത് ഇങ്ങനൊരു ചെറിയ ചാട്ടത്തിലൂടെ ചാടിയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. അത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാനൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഇതുണ്ട്. ഇപ്പം ഈ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ അവരെ ഫുൾ കൺട്രോൾ പോയിട്ട് ഈ പില്ലറിൽ ഇടിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ മരിച്ചിട്ടൊക്കെ ഉണ്ട്. റോഡിന്റെ താഴ്ന്ന ഭാഗം ഉയർത്തുന്നതിന് പകരം ഉയർന്ന ഭാഗം ചെത്തിമാറ്റുകയാണ് അധികൃതർ ചെയ്തത്. ചെത്തിമാറ്റിയ ഭാഗത്ത് ബൈക്കുകൾക്ക് നിയന്ത്രണം നഷ്ടമാകുന്നതും പതിവാണ്. അപകടം ഒഴിവാക്കാൻ റോഡിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ സൂചനാ ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. റോഡിന്റെ ഉയർന്ന ഭാഗം ചെത്തിമാറ്റുന്നതാണോ ശാശ്വത പരിഹാരം, അതോ താഴ്ന്നു പോയ റോഡ് ഉയർത്തുന്നതോ? ഇനിയും അപകടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണോ പരിഹാരം കാണാൻ? കൊച്ചിയിൽ നിന്ന് അക്ഷയ്ക്കൊപ്പം മനീഷ് മാത്യു, ന്യൂസ് മലയാളം.